الحمد لله الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما ألفينا عليه آباءنا أولو كان آباؤهم لا يعقلون شيئا ولا يهتدون صدق الله أيها الناس اتقوا الله അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി ജാഗ്രതയോടുകൂടി ജീവിതത്തിൽ പുലർത്തണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വഴികേടുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അധികാരത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ വർത്തമാനങ്ങൾക്കിടയിലാണ് കഴിഞ്ഞ ഖുതുബയിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നത്. അവിടെ നമ്മൾ പ്രധാനമായും മുന്നോട്ട് വെച്ചൊരു ആശയമുണ്ട്, ഫാദർ സൺ കോൺഫ്ലിക്റ്റ്. ഇവിടെ നമ്മൾ വീക്ഷണങ്ങളെ താരതമ്യം ചെയ്യും. അത്തരം താരതമ്യങ്ങളിലൂടെ വിശുദ്ധ ഖുർആന്റെ ആശയങ്ങളെ അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും എന്നതുകൊണ്ടാണ്. മാത്രവുമല്ല, മനുഷ്യന്റെ എല്ലാ വിജ്ഞാനീയങ്ങളെയും അതിന്റെ യാഥാർത്ഥ്യത്തെ, അതിലെ സത്യത്തെ കണ്ടെത്താൻ വിശുദ്ധ ഖുർആൻ നമുക്ക് സഹായകമാകും. അപ്പൊ ആ അർത്ഥത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ചിന്തകരും ശാസ്ത്രജ്ഞരും ഒക്കെ അവര് നെല്ലും പതിരും വേർതിരിക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആൻ അവരുടെ മുമ്പിൽ മാനദണ്ഡമായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിതൊക്കെ തമ്മിൽ വേർപെടുത്തി സയൻസിന് സയൻസിന്റെ വഴി, ഫിലോസഫിക്ക് ഫിലോസഫിയുടെ വഴി, പൊളിറ്റിക്കൽ സയൻസിന് പൊളിറ്റിക്കൽ സയൻസിന്റെ വഴി, റിലീജിയന് റിലീജിയന്റെ വഴി, ഇങ്ങനെ മൊത്തം വേർതിരിച്ച് ജീവിതത്തെ തന്നെ ശിഥിലീകരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. നമ്മളും കുറേയൊക്കെ അതിന് കീഴ്പ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ അതിനപ്പുറം അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നത് എങ്ങനെ ജീവിക്കാനാണ് എന്നൊരു തിരിച്ചറിവുണ്ടാവണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുതിയ കാലത്തും പഴയ കാലത്തുമുള്ള ചിന്തകൾ, അറിവുകൾ, ഇതുമായിട്ടെല്ലാം തന്നെ താരതമ്യം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വളരെ പ്രധാനമാണ് എന്ന് തന്നെ നാം കരുതുന്നു. എന്തായിരുന്നാലും ബലിപെരുന്നാൾ അടുത്തു വരികയാണ്. ബലിയാണ് പെരുന്നാളിന്റെ പേരിനും അതിലെ ആഘോഷങ്ങൾക്കുമൊക്കെ പ്രധാന കാരണം എന്ന് നമുക്കറിയാം. അപ്പൊ അത് വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ തുടങ്ങാമെന്ന് വിചാരിക്കണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെ അറുക്കാൻ കൊണ്ടുപോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ സംഭവം. ഇങ്ങനെ മനുഷ്യനെ അറുക്കുക എന്ന് പറയുന്നത്
അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ വിഷയത്തിലുള്ള ദീനിന്റെ നിലപാടും കൂടെ പഠിപ്പിക്കുന്ന ഒരു ഏർപ്പാടാണ്. അതെന്തുകൊണ്ടെന്നാൽ അക്കാലത്ത് ഇബ്രാഹിം അലൈഹി സ്വലാം സഞ്ചരിച്ചത്, അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങിയത് ഇറാഖിൽ നിന്നാണ്. ഇന്നത്തെ ഇറാഖ്, മെസൊപ്പൊട്ടേമിയ എന്നൊക്കെ ആ പഴയ സംസ്കാരത്തെ നമ്മളിപ്പോൾ വിശേഷിപ്പിക്കും. അത് ബാബിലോണിയനാണ്, അസീറിയനാണ്, സുമേറിയനാണ്, കാൽദിയനാണ്. ഇങ്ങനെ വ്യത്യസ്ത കൾച്ചറുകൾ, വ്യത്യസ്ത സിവിലൈസേഷനുകൾ പൂത്തുലഞ്ഞ ഒരു പ്രദേശമാണത്. അപ്പൊ അവിടുന്ന് തുടങ്ങിയ യാത്ര പിന്നീട് ഈജിപ്തിലും കനാനിലുമൊക്കെ ആയിട്ട് വികസിക്കുകയാണ് ചെയ്യുന്നത് എന്ന് കാണാം. അതിനൊരു ഗോളാന്തരീയ, ഒരു ആഗോള യാത്രയായിട്ട് തന്നെയാണ് ഖുർആൻ അതിനെ വിവരിക്കുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അത്രയും വലിയ പ്രദേശങ്ങളിലൂടെയുള്ള പര്യവേഷണത്തിനൊന്നും അദ്ദേഹം മുതിർന്നിട്ടില്ലെങ്കിൽ പോലും അക്കാലത്ത് ഇപ്പറയുന്ന പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ തന്നെയും ജീവിതത്തെ തന്നെ ഒരു യാത്രയാക്കി മാറ്റുന്നതിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെയും മനസ്സിലാക്കണം. എന്തായിരുന്നാലും അവിടെ നിലനിന്നിരുന്ന, ഇറാഖിൽ അക്കാലത്ത് നിലനിന്നിരുന്ന ബാബിലോണിയൻ, അസീറിയൻ കൾച്ചറിലും ഈജിപ്തിൽ അക്കാലത്ത് നിലനിന്നിരുന്ന കോപ്റ്റിക് കൾച്ചറിലും അതുപോലെ കനാന്യരുടെയും ഫൊനീഷ്യരുടെയും സമ്പ്രദായങ്ങളിലുമൊക്കെ ഈ നരബലി എന്ന് പറയുന്നത് വളരെ സാർവത്രികമാണ്. അപ്പൊ അങ്ങനെ ഒരു കാലത്താണ് ഈ സംഭവം നടക്കുന്നത് എന്നതും കൂടി ഓർക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അത് ഓർക്കുന്നത് എന്നുള്ളത് പറയും ഇൻഷാ അല്ലാഹ്. അക്കാലത്ത് കനാന്യരുടെ ഒരു വലിയ ദൈവമാണ് മൊളോക്ക്. മൊളോക്ക് എന്ന് പറഞ്ഞാൽ വളരെ ബീഭത്സമായ രൂപത്തിലാണ് അതിനെ അവർ ആവിഷ്കരിക്കുക തന്നെ ചെയ്യുക. വിഗ്രഹാരാധനയാണോ, അതിന്റെ വിഗ്രഹം പറഞ്ഞാൽ തന്നെ കണ്ടാൽ പേടി തോന്നുന്ന ഒരു സ്വഭാവത്തിലാണ് അവരതിനെ കൊത്തി ഉണ്ടാക്കുക. അപ്പൊ ഈ മൊളോക്കിന് സ്വന്തം മക്കളെ ബലിയർപ്പിക്കുന്ന ഒരു ഏർപ്പാട് കനാന്യർക്കിടയിലും ഫൊനീഷ്യർക്കിടയിലും ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെയാണ് കൊടുക്കുക. ശിശുക്കളുടെ രക്തം ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. അത് വളരെ ക്രൂരമായ സ്വഭാവത്തിലാണെന്നാണ് ചരിത്രത്തിലൊക്കെ കാണുന്നത്. ഈ ലോഹം കൊണ്ടാണ് ഇതിന്റെ വിഗ്രഹം ഉണ്ടാക്കുക. അപ്പൊ അതിന്റെ അകത്തിങ്ങനെ തീക്കണലിട്ട് പഴുപ്പിച്ചിട്ട് നീട്ടിപ്പിടിച്ച്, കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ച രൂപത്തിലാണ് പിന്നെ ഇതിന്റെ വിഗ്രഹങ്ങൾ കൊത്തി ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആ ചുട്ട് പഴുത്ത് നിൽക്കുന്ന അവസ്ഥയിൽ ആ കയ്യിലേക്ക് കുഞ്ഞിനെ എറിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് രീതി എന്നാണ് അക്കാലത്തൊക്കെ ചില രേഖകളിലൊക്കെ കാണുന്നത്. സ്വാഭാവികമായും പെട്ടെന്നുള്ള മരണമല്ല. ഇപ്പൊ കുഞ്ഞിന്റെ നിലവിളി കേൾക്കാതിരിക്കാൻ വേണ്ടി പെരുമ്പറ മുഴക്കുകയും ചെയ്യും. ഈ രൂപത്തിലുള്ള വളരെ ക്രൂരമായിട്ടുള്ള ഒരു ആചാരം യഥാർത്ഥത്തിൽ അന്നത്തെ ഒരു റിലിജ്യന്റെ തന്നെ പ്രതിനിധാനമാണ്. റിലിജ്യന്റെ മാത്രമല്ല, കനാന്യരുടെയും ഫൊനീഷ്യരുടെയും കൾച്ചർ തന്നെയും. കാരണം ഈ വിഗ്രഹാരാധനയുടെ അല്ലെങ്കിൽ ദൈവങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു അവന്റെ നാമങ്ങൾ പറയുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട നാമം റഹ്മത്താണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ച് ചിന്തിക്കണം. ബൈബിളില് സങ്കീർത്തനങ്ങളിൽ ഒരു വർത്താനം അതിൽ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെ പോലെ തന്നെയാണ്, ഒന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ല, വളരെ നിസ്സംഗരായിട്ടുള്ള വെച്ചാൽ ഒരിടത്ത് ഇരിക്കുന്ന സാധനം. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ലൈഫും. ഇത്തരം ദൈവങ്ങളെ ഉപാസിച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്നിനും കൊള്ളാത്തവരായി മാറിയിട്ടുണ്ട് എന്ന സ്വഭാവത്തിലുള്ള ഒരു വർത്തമാനം സങ്കീർത്തന പുസ്തകങ്ങൾ കാണാം. ഇതിൻ്റെ ഒരു ഫിലോസഫി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈക്കോളജി പരിശോധിച്ചാൽ, എന്തിനെയാണോ നമ്മൾ ഉപാസിക്കുന്നത് അതിന്റെ സ്വഭാവം നമ്മൾ ആർജിക്കുക. സ്വാഭാവികമായും ഇത്രയും ക്രൂരമായ ഒരു ദൈവത്തെ ഉപാസിക്കുന്ന ഒരു സമൂഹത്തിന്റെ നാഗരികത ഏത് സ്വഭാവത്തിലായിരിക്കും എന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ അത്രയും ക്രൂരമായ ഒരു സിസ്റ്റത്തോടാണ് പ്രവാചകൻ ഏറ്റുമുട്ടിയത് എന്നതും കൂടി മനസ്സിലാക്കണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഒരു വ്യക്തിയല്ല, ഒരു ഉമ്മത്താണ്, ഒരു പ്രസ്ഥാനമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇത്രയും ക്രൂരമായ സമ്പ്രദായങ്ങളോട്, ഇത്രയും അമാനവികമായ മനുഷ്യവിരുദ്ധമായ സമ്പ്രദായങ്ങളോട് ഏറ്റുമുട്ടിക്കൊണ്ടാണ് നമ്മൾ കേവലം തിയോളജിക്കലായിട്ട്, മതപരമായിട്ട്, റിലീജിയസ് ആയിട്ട് മാത്രം കഥ കേൾക്കുമ്പോൾ ഇതൊന്നും നമ്മുടെ അകത്തേക്ക് പോവില്ല. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബോധപൂർവമാണ്. ഖുർആനെ നമ്മൾ ആ ചരിത്രവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രവാചകന്മാർ എന്താണ് പ്രബോധനം ചെയ്തത്, ജീവിതത്തിൽ ഏത് സ്വഭാവത്തിലുള്ള പരിവർത്തനം ഉണ്ടാക്കാനാണ് അവർ ആഗ്രഹിച്ചത് എന്നതിനെ കുറിച്ച് ചിന്തിക്കണമല്ലോ. ഇനിയും മൊളോക്ക്, ഇതിപ്പോ പുതിയ കാലത്തേക്ക് വന്നു കഴിഞ്ഞാൽ, പുതിയ കാലത്തെ ക്യാപിറ്റലിസ്റ്റ് ഓട്ടോക്രാറ്റിക് സിസ്റ്റത്തിന്റെ പ്രതീകമായിട്ട് മൊളോക്കിനെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു കവിതയുണ്ട്. അലൻ ഗിൻസ്ബർഗ് എന്ന ഒരു അമേരിക്കൻ കവി.
അദ്ദേഹം ഒരു ഹിപ്പി കവിയാണ്. ഹിപ്പീസ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അറിയായിരിക്കും, എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് മയക്കുമരുന്ന് അടിച്ചിട്ടും അതുപോലെ എല്ലാ ലൈംഗിക നിയമങ്ങളെയും തള്ളിക്കളഞ്ഞിട്ടും ഒക്കെ അങ്ങനെ ഒരു ജീവിതം നയിച്ചൊരു തലമുറ ഉണ്ടായിരുന്നു. ആ ഒരു ജീവിതവും സമരരീതിയും അനാശാസ്യമാണെങ്കിൽ പോലും അവരുടെ പിതാക്കന്മാരോട് പ്രതികരിച്ചതാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ പിതാക്കൾ ലാഭത്തിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള, അതിനിടയിലാണ് 1-2 ലോകയുദ്ധങ്ങൾ പോലും വരുന്നത്. ഇതിനൊക്കെ പശ്ചാത്തലം, ഒരടിത്തറ എന്ന് പറയുന്നത് സാമ്പത്തികമായും അധികാരപരമായിട്ടുമുള്ള നേട്ടങ്ങളാണ്. അപ്പൊ അതിനു വേണ്ടി 100 ആളുകളെ കൊല്ലാൻ പോലും മടിയില്ലാത്ത ഈ വാപ്പമാരൊക്കെ മതവിശ്വാസികളാണെങ്കിൽ ആ മതം ശൈത്താന്റെ മതമാണ് എന്നാരെങ്കിലും ചിന്തിച്ചാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പൊ ആ ചിന്തയിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു പ്രതിഷേധ പ്രസ്ഥാനമാണ് ബീറ്റ് ജനറേഷൻ എന്നാണ് പറയുന്നത്. അതിലൊരുപാട് പിടുത്തം വിട്ട ഭയങ്കര ബുദ്ധിജീവികളായിട്ടുള്ള കവികളും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ ഉണ്ട്. ജാക്ക് കെറോക്ക് അദ്ദേഹമാണ് ഇതിന്റെ പയനിയർ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഓൺ ദി റോഡ് എന്നൊരു നോവലുണ്ട്, വായനാശീലരായിട്ടുള്ള ആളുകൾ നിർബന്ധമായും വായിച്ചിരിക്കണം. തിമോത്തി ലീരി എന്നൊരു കവിയുണ്ട്, ആ കൂട്ടത്തിലൊരാണ് അലൻ ഗിൻസ്ബർഗ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കവിതയുടെ പേര് ഹൗൾ എന്നാണ്. ഹൗൾ എന്ന് പറഞ്ഞാൽ അലർച്ച. ഭയങ്കര ട്രഡീഷൻ ആയിട്ടുള്ള ഭ്രമമുള്ളവർക്ക് സംഗീതത്തിലൂടെ മറുപടി കൊടുക്കാൻ തീരുമാനിച്ച ആധുനിക റോക്ക് മ്യൂസീഷ്യര് സിംഗ് ചെയ്യുന്നതിന് പകരം ഹൗള് ചെയ്യുക. അവരുപയോഗിക്കുന്ന വാക്ക് അതാണ്, ഹൗള്. അവള് കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ അലറിയിട്ടൊക്കെ ഈ മെറ്റൽ എന്നൊക്കെ പറയുന്ന സംഗീത രീതിയൊക്കെ അങ്ങനെയാണ്. അതെന്തോ ആവട്ടെ. അപ്പോഴെന്തായാലും ഈ ഹൗൾ എന്ന കവിതയിലെ 2ാം ഭാഗം ഈ മൊളോക്കിനെ കുറിച്ചുള്ളതാണ്. കനാന്യരുടെ മൊളോക്കല്ല, ഈ കാലത്തും നമുക്കിടയിൽ നിലനിൽക്കുന്ന നരഭോജിയായ മൊളോക്ക്. ആ മൊളോക്കിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, മൊളോക്ക് സോളിറ്റ്യൂഡ് ഫിൽത്ത് അഗ്ലിനെസ് എന്ന് പറഞ്ഞാൽ, സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഏകാന്തതയാണ്. പക്ഷെ നമ്മളതിനെ വേണമെങ്കിൽ ഈ അന്യവൽക്കരണം എന്നൊക്കെ വിവർത്തനം ചെയ്യാം. അന്യവൽക്കരണം, ആളുകൾ നമുക്കിടയിൽ സജീവമായി ജീവിച്ചിരിക്കെ തന്നെ ചിലർ അങ്ങോട്ട് വിസിബിൾ അല്ലാതാവുക, നമ്മുടെ കൂട്ടത്തിലുള്ളവരെ തന്നെ നമ്മൾ കാണാതിരിക്കുക. ശരിക്ക് മുമ്പൊരിക്കൽ സൂചിപ്പിച്ചാണ് ഈ യതീം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാങ്കേതികമായിട്ട് അനാഥരാണ്. പക്ഷെ യതമ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടു എന്നാണ്. അപ്പൊ ആ യത്മ അല്ലെങ്കിൽ യുത്മ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടല്ലോ, അത് ഒറ്റപ്പെടലാണ്, അലിനേഷനാണ്, അന്യവത്കരണമാണ്. അവർക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്, ഔദാര്യമല്ല. അവരെ തിരിച്ചിങ്ങോട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി. യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ സക്കാത്ത് സദക്ക എന്നൊക്കെ പറയുന്നത് നിങ്ങൾ എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തുട്ടുകളൊന്നുമല്ല. അതതിൽ പെടും. തൽക്കാലം അതേ നിവൃത്തിയുള്ളെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് മാത്രം. അതിനപ്പുറം വേറെ ചില മാനങ്ങളുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പ്രയാസങ്ങൾ പറഞ്ഞപ്പോൾ പ്രവാചകൻ ചോദിച്ചു, നിന്റെ പുരയിൽ എന്താ ഉള്ളത് വെച്ചു. പുരയിലിപ്പോ എന്താ ഉള്ള, ഒരു കീറ പുറപ്പല്ലാതെ വേറൊന്നുമില്ല, എന്നാൽ അതിങ്ങ് എടുത്തിട്ട് വന്നു. അതെടുത്തിട്ട് വന്നപ്പോൾ സഹാബാക്കളോട് പ്രവാചകൻ ചോദിച്ചു, ഇത് വാങ്ങാൻ തയ്യാറുള്ളവരാരാണ്? കൂടിയ വില കൊടുത്തിട്ട് ആ കീറ പുതപ്പ് ആവശ്യമില്ലെങ്കിൽ പോലും ഒരാളങ്ങോട്ട് വാങ്ങിച്ചു. കാരണം ഇതെന്താണ് ഉദ്ദേശം എന്നുള്ളതൊക്കെ മനസ്സിലായി. ആ കാശ് ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞൊരു കോടാലി വാങ്ങിക്കും, എന്നിട്ട് വിറക് വെട്ടിയിട്ട് ജീവിക്കണം. മാത്രവുമല്ല, നിന്റെ കച്ചവടം എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് എന്നെ വന്നിട്ട് വിവരം അറിയിക്കാൻ വേണം എന്ന് പറഞ്ഞാൽ ഒരു ഉപജീവന മാർഗം തുറന്നു കൊടുക്കുന്നു. പഴയ കാലം. അപ്പൊ ഒരു ഉപജീവന മാർഗം തുറന്നു കൊടുക്കുന്നു, അതിനെ ഓഡിറ്റ് ചെയ്യുകയും ചെയ്യും. അത് തുറന്നു വിടുകയല്ല ചെയ്യുന്നത്, അതിനെ ഓഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പുതപ്പ് വിറ്റിട്ടാണ് കോടാലി വാങ്ങിച്ചത്. ഇയാൾ ആരിൽ നിന്നും ദാനം സ്വീകരിക്കുകയല്ല ചെയ്തത്. ഒരു സ്വീകർത്താവിന്റെ അല്ലെങ്കിൽ ദാനം മേടിക്കുന്ന ഒരാളുടെ മെന്റാലിറ്റിയേ അയാൾക്ക് ഉണ്ടാവില്ല. കാരണം അയാളുടെ വീട്ടിലുള്ള പുതപ്പ് കൊണ്ടുവന്ന് വിറ്റിട്ട് കിട്ടിയ കാശാണ്. ഈ ഒരു അന്തസ് അയാൾക്കുമുണ്ട്. അയാളുടെ അന്തസ്സിനെ ഒട്ടും ക്ഷതപ്പെടുത്താതെ പ്രവാചകൻ അയാളുടെ പ്രശ്നം പരിഹരിച്ചത് കണ്ടോ? നമ്മൾ ആലോചിക്കും. ഒരു കുടുംബം, നാഥനില്ലാത്ത അവസ്ഥയിൽ ഒരു കുടുംബം, ആ കുടുംബത്തെ നമ്മൾ സംരക്ഷിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ആളുകളാണ് അവർ എന്ന തോന്നൽ അവരിൽ ഉണ്ടാക്കിക്കൊണ്ടാണ്. നമുക്ക് മാത്രം എമ്പതി ഉണ്ടായാൽ പോരാ. നമ്മൾ അവരോട് എമ്പതി കാണിച്ചാൽ മാത്രം പോരാ. നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് അവർ നമ്മുടെ ആളുകളാണ്, സ്വന്തമാണ്, നമ്മളിൽ നിന്ന് എന്തും അവർക്ക് എടുക്കാം എന്നുള്ള തോന്നൽ അവരിൽ ജനിപ്പിച്ചുകൊണ്ടായിരിക്കണം. എക്കാലത്തും അവരെ ആശ്രിതരാക്കി നിർത്താനല്ല, മറിച്ച് അവരുടെ മക്കളെ പഠിപ്പിക്കുന്നു, നല്ല അവസ്ഥയിലെത്തിക്കുന്നു, അവരെ സ്വാശ്രയരാക്കി മാറ്റുന്നു. ഈ ഒരു രൂപത്തിലുള്ള ഒരു കൈകാര്യം ചെയ്യലുണ്ടല്ലോ. ഇങ്ങനെ സമൂഹത്തോട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കണം. ചുറ്റിലും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലായിരിക്കെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ധാരാളം ആളുകൾ.
ഇതാണ് യഥാർത്ഥത്തിൽ അലിനേഷൻ. സോളിറ്റ്യൂഡ് എന്നാണ് കവി ഉപയോഗിച്ചതെങ്കിലും അതിനെ കുറച്ചുകൂടി വിപുലമാക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അതങ്ങനെ ആനുഷംഗികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാലും ഈ മൊളോക്കിനെ കുറിച്ച് പറയുന്നു, അത് സോളിറ്റ്യൂഡ്, ഫിൽത്ത്, അഗ്ലിനെസ്. അത് ഒറ്റപ്പെട്ട്, പക്ഷെ മൊളോക്ക് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് അങ്ങനെയല്ല. മൊളോക്ക് അയാളുടെ ക്രൂരതയുടെ പേരിലാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. അയാൾക്ക് അയാൾ മാത്രമേ ഉള്ളൂ, സ്വാർത്ഥതയാണ്. മാത്രവുമല്ല കെടുമാലിന്യം, ഫിൽത്ത് എന്ന് പറഞ്ഞാൽ കെടുമാലിന്യം, അഗ്ലിനെസ്, അങ്ങേയറ്റത്തെ വൈകൃതമാണ്. ആസ്കാൻസ് ആൻഡ് അൺഒബ്റ്റൈനബിൾ ഡോളേഴ്സ് എന്ന് പറഞ്ഞാൽ അടുക്കു കൂമ്പാരങ്ങളും അലഭ്യമായ ഡോളറുകളും, കിട്ടാത്ത ഡോളറുകളും. ഈ ഡോളറുകൾക്ക് യഥാർത്ഥത്തിൽ എന്ത് വിലയാണുള്ളത് എന്നതിനെ കുറിച്ചുള്ള ചോദ്യം കൂടിയാണ്. അത് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ചിൽഡ്രൻ സ്ക്രീമിംഗ് അണ്ടർ ദ സ്റ്റെയർവേസ്, പടിക്കെട്ടിന് താഴെ നിലവിളിക്കുന്ന കുഞ്ഞുങ്ങൾ, പടിക്കെട്ടിന് താഴെ നിലവിളിക്കുന്ന കുഞ്ഞുങ്ങൾ. ഇന്നത്തെ സിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത്. നിലവിളിക്കുന്ന കുഞ്ഞുങ്ങളെ ധാരാളമായിട്ട് ലോകത്ത് നമുക്ക് കാണാം. വീണ്ടും ബോയ്സ് സോപ്പിംഗ് ഇൻ ആർമീസ്, പട്ടാളക്കാരുടെ മുന്നിൽ വിതുമ്പുന്ന കുട്ടികൾ, അവർ വല്ലാതെ പേടിച്ചിട്ടിങ്ങനെ വിതുമ്പുകൾ. വീണ്ടും പറയുന്നു ഓൾഡ് മെൻ വീപ്പിംഗ് ഇൻ ദ പാർക്സ്. പാർക്ക് എന്ന് പറഞ്ഞാൽ ഉല്ലസിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലമല്ലേ, പക്ഷെ അവിടെ ഇരുന്നിട്ട് വൃദ്ധരായിട്ടുള്ള ആളുകൾ അവർ കരയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയുന്നു മൊളോക്ക്, നൈറ്റ് മെയർ ഓഫ് മൊളോക്ക്, മൊളോക്ക് എന്ന ഒരു ദുസ്വപ്നം. വീണ്ടും പറയുന്നു മൊളോക്ക് ദി ലവ്ലെസ്, ദയാരാഹിത്യം, സ്നേഹരാഹിത്യമായ മൊളോക്ക്. മൊളോക്ക്, മെന്റൽ മൊളോക്ക്, ഉന്മാദിയായിട്ടുള്ള മൊളോക്ക്. ഇത് ടെക്സ്റ്റ് ഉദ്ധരിക്കുന്നത് നമുക്ക് ഇംഗ്ലീഷ് വേണ്ടത്ര അറിയാത്തതുകൊണ്ടാണ്. പ്രയോജനപ്പെടുന്നവർക്ക് പ്രയോജനപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. മെന്റൽ മൊളോക്ക്, ഉന്മാദിയായിട്ടുള്ള മൊളോക്ക്. മൊളോക്ക് ദ ഹെവി ജഡ്ജർ ഓഫ് മാൻ, ഉഗ്രശാസകനായ, മനുഷ്യരുടെ ഉഗ്രശാസകനായിട്ടുള്ള മൊളോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ കവിത അങ്ങോട്ട് മുന്നോട്ട് പോകണം. അതിനിടയിൽ വേറൊന്നും കൂടി പറയുന്നുണ്ട് മൊളോക്കിന്റെ ഒരു പ്രകൃതത്തെ സംബന്ധിച്ച്. അക്കാലത്തെ ദൈവം, ഇക്കാലത്തെ അധികാര വ്യവസ്ഥ, അതിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് പറയണം മൊളോക്ക് ഹൂസ് മൈൻഡ് ഇസ് പ്യുവർ മെഷീനറി. ആധുനിക യന്ത്ര സംസ്കാരം, യന്ത്രങ്ങളെയാണല്ലോ നമ്മളിപ്പോൾ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഉപാസിക്കുന്ന ദൈവങ്ങളുടെ അതേ സ്വഭാവം തന്നെ നിങ്ങൾക്കും ഉണ്ടാകും എന്ന് പറഞ്ഞത് ഓർക്കുക. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ യന്ത്രങ്ങൾക്ക് കീഴ്പ്പെടുന്നവരാണ്. അപ്പൊ നിങ്ങളുടെ മൈൻഡും അങ്ങനെ തന്നെയാണ്. യാതൊരുത്തന്റെ മൈൻഡ്, മനസ്സ് പ്യുവർ മെഷീനറി, ഒരു വെറും യന്ത്രം മാത്രമായി മാറിയിരിക്കുന്നുവോ. ഹൂസ് ബ്ലഡ് ഈസ് റണ്ണിങ് മണി, സിരകളിലൂടെ ഒഴുകുന്നത് രക്തത്തിന് പകരം പണമാണ്. വീണ്ടും മൊളോക്ക് ഹൂസ് ഫിംഗേഴ്സ് ആർ 10 ആർമീസ്, വിരലുകൾ എന്ന് പറഞ്ഞാൽ 10 സൈന്യങ്ങളാണ്. 10 സൈന്യങ്ങൾ എന്ന് പറഞ്ഞാൽ അധികാരമാണ്, അധിനിവേശമാണ്, അക്രമമാണ്, പിടിച്ചെടുക്കലാണ്. അപ്പൊ ഈ സ്വഭാവത്തിൽ മുന്നോട്ട് പോകുന്ന മൊളോക്ക് ഹൂസ് ബ്രസ്റ്റ് ഇസ് എ കാനിബാൾ ഡൈനാമോ, അതിന്റെ നെഞ്ഞ് എന്ന് പറയുന്നത് ഒരു കാനിബാൾ ഡൈനാമോ. കാനിബാൾ എന്ന് പറഞ്ഞാൽ ഈ നരഭോജി ആയിട്ടുള്ള മനുഷ്യനെ തിന്നുന്ന ആളാണ് കാനിബാൾ എന്ന് പറയുന്നത്. ഡൈനാമോ എന്ന് പറഞ്ഞാൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രം. ഇത് ചേർത്തിട്ട് മലയാളത്തിൽ ഇങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. കാനിബാൾ ഡൈനാമോ. അപ്പൊ അതൊരു കാനിബാൾ, അതിന്റെ നെഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒരു കാനിബാൾ ഡൈനാമോ ആണ്. മൊളോക്ക് ഹൂസ് ഇയർ ഇസ് എ സ്മോക്കിംഗ് ട്യൂബ്, അതിന്റെ ചെവി എന്ന് പറഞ്ഞാല് പുകയുന്ന ഒരു ശവക്കല്ലറയാണ്. അപ്പൊ ഇത്രമേൽ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന ഒരു സാധനത്തെ ആധുനിക ലോകത്തൊരു പ്രതീകമാക്കി മാറ്റുകയാണ് ഗിൻസ്ബർഗ് ചെയ്തതെങ്കിൽ ഇതിന്റെ ഒരു യാഥാർത്ഥ്യം, ഇതിന്റെ വേര് കിടക്കുന്നത് കനാനിലാണ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നാട്ടിലാണ്. അപ്പൊ മൊളോക്കിന് മക്കളെ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന ആളുകൾ ഉണ്ടായിരുന്ന ഒരു കാലം. ആ കാലത്താണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നം കാണുന്നതായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു. സ്വപ്നം കാണുന്നതും ഇതുപോലെ തന്നെയാണ്. മൊളോക്കിന്റെ സ്ഥാനത്ത് പടച്ചോ നിൽക്കുകയാണ്. അങ്ങനെയുണ്ട് ഒരു ദീന്, നമ്മൾ ആലോചിച്ച് നോക്കണം. പക്ഷെ അക്കാലത്ത് നരബലി ഈ പേഗൻ സിസ്റ്റത്തിൽ വളരെ സാർവത്രികമായതുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് വലിയ പ്രയാസമൊന്നും ഉണ്ടായി കാണില്ല. എന്തായിരുന്നാലും പടച്ചോന്റെ ഒരു കൽപ്പനയായിട്ട് അത് ഏറ്റെടുത്തു. എന്നിട്ട് മോനോട് പോയി പറയുകയും ചെയ്തു, ഇങ്ങനൊരു സംഗതി ഞാൻ കണ്ടിട്ടുണ്ട്, എന്താ അതിന്റെ അഭിപ്രായം, എന്താണോ അങ്ങ് കൽപ്പിക്കപ്പെട്ടത് അത് ചെയ്തു കൊള്ളുക. എന്നിട്ട് ചെന്നിട്ട് ബലിപീഠത്തിലേക്ക് കഴുത്ത് നീട്ടിയിട്ട് അങ്ങനെ കിടന്ന് വാൾ ഉയർത്തുന്ന സമയത്ത് പടച്ചോൻ പറയുന്ന ഒരു വർത്താനുണ്ട്, ഖദ് സദ്ദഖത റുഇയ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പാസ്റ്റ് പെർഫെക്റ്റ് പ്രയോഗമാണ്. അതിന്റെ അർത്ഥം പറഞ്ഞാൽ യു ഹാവ് ഓൾറെഡി ഫുൾഫിൽഡ് ദ വിഷൻ, നീ കണ്ടതെന്തോ അത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് പ്രതീകാത്മകമാണ്. ഒരു സംഗതി ചെയ്യണമെന്ന് പടച്ചോൻ പറയാ, എന്നിട്ട് ചെയ്യാൻ പോകുമ്പോൾ വേണ്ടെന്ന് പറയാ, ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ടാവില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു ചിത്രീകരണം മാത്രമാണ്, ഒരു നാടകം മാത്രമാണ്. അങ്ങനെ അതൊരു നാടകമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിന് വേറെ അർത്ഥങ്ങൾ ഉണ്ടാവും. എന്താണ് അർത്ഥം? എന്നെയും എന്റെ കുടുംബത്തെയും ഞാനിതാ റബ്ബെ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഇതാണ് എന്നെയും എന്റെ കുടുംബത്തെയും. ഇപ്പോ ഹാജറ ബീവിയെയും അതുപോലെ ഇസ്മായിലിനെയും ഒക്കെ മക്കയിൽ അവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ട് പോകുന്ന സമയത്ത്
റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയുഖീമുസ്സലാ എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. പടച്ചോനെ, ഞാനിതാ എന്റെ സന്തതികളൊരു വിഭാഗത്തെ, ആകെ ഒരു കുഞ്ഞേ ഉള്ളൂ, എന്നിട്ടാണ് സന്തതികളിലൊരു വിഭാഗത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തിനാണ് ഹാജറെ അവിടെ കൊണ്ട് താമസിപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബൈബിളിലൊക്കെ ഈ ഇസ്രായേലി മിത്തുകളിൽ കാണുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ഭാര്യമാര് തമ്മിലുണ്ടായിട്ടുള്ള കലഹം എന്നാണ്. ഇത് വിശ്വസിക്കുന്ന ആളുകൾ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. അവർ തമ്മിലുണ്ടായിട്ടുള്ള കലഹം ആലോചിച്ച് നോക്കണം. കലഹവും കുശുമ്പും ഒക്കെ ഉണ്ടാവും, സ്വാഭാവികല്ലേ. പക്ഷെ എന്ന് കരുതി ഒരു പെണ്ണിനെയും ഒരു കുഞ്ഞിനെയും ആളില്ലാത്ത മരുഭൂമിയിൽ തള്ളാനും മാത്രമുള്ള പകവെച്ച് പുലർത്തുന്ന ഒരാളായിട്ട് സാറ നമ്മുടെ മുമ്പിൽ വരാൻ പാടുണ്ടോ? ആരാണ് സാറ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ ഇറാഖിൽ വെച്ചുണ്ടായിരുന്ന സ്ത്രീ. അദ്ദേഹത്തോടൊപ്പം ബൈബിളിൽ പറയുന്നത് ചരിത്രം ശരിയാണെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് ഹിജ്റ ചെയ്യുമ്പോൾ 2 പേരെ കൂടെ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ഒന്ന് ലൂത്താണ്, മറ്റൊന്ന് സാറയാണ്. ഈ സാറയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിക്കുന്നത്. അപ്പൊ ഇവരിങ്ങനെയാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെയല്ല, അത് അസംബന്ധമാണ് യഥാർത്ഥത്തിൽ. അതിനപ്പുറം ചരിത്രത്തിൽ ഇടപെടുന്ന പടച്ച തമ്പുരാന്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുക എന്നുള്ളത്. അതാണ് ഹാജർ ചോദിച്ചത് എന്താണ് ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്? പടച്ചോൻ പറഞ്ഞിട്ടാണോ, അള്ള പറഞ്ഞിട്ടാണോ? അതെ, എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോളി, ഒരു കുഴപ്പമില്ല, എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോളി. കാരണം പടച്ചോൻ പറഞ്ഞിട്ടാണെങ്കിൽ പടച്ചോൻ തന്നെ നമ്മളെ കാര്യം നോക്കിക്കോളും എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞ് ദാഹിച്ചപ്പോൾ വെറുതെ ഇരുന്നില്ല, അവർ വെള്ളത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ചെയ്തു. അത് വേറെ കഥ, അത് പിന്നെ പറയാം. അവിടെ എന്തായിരുന്നാലും ഈ അർത്ഥത്തിൽ ഒരു വളരെ കൃത്യമായ ഒരു പദ്ധതിയാണത്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കൊണ്ട് താമസിപ്പിക്കുന്നു. എന്നിട്ട് പ്രാർത്ഥിക്കുന്നതാണ്, പടച്ചോനെ, എന്നെയും എന്റെ മക്കളെയും നീ നിനക്ക് വേണ്ടി സ്വീകരിക്കണമേ, ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു. ഈ സമർപ്പണം അള്ളാഹു സ്വീകരിച്ചതിന്റെ അടയാളമാണ് ആ സ്വപ്നം എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നതാണ്. ആ ഖദ് സദ്ദഖത റുഅ്യ, നിന്റെ സ്വപ്നം നീ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇനി വാളുയർത്തേണ്ടതില്ല എന്നുള്ള വർത്തമാനം. രണ്ടാമത് ഈ പറഞ്ഞ നരബലിയുടെ നിരോധമാണ്. അത് പാടില്ല, അങ്ങനെ ഒരു സംഗതി ഇല്ല. നേരത്തെ സൂചിപ്പിച്ചല്ലോ, മൊളോക്കല്ല അള്ളാഹു. അള്ളാഹു എന്ന് പറയുന്നത് മനുഷ്യരോട് കാരുണ്യമുള്ള, മനുഷ്യരെ നേർവഴിയിലാക്കുന്ന, മനുഷ്യർക്ക് ധാർമ്മികത അഭ്യസിപ്പിക്കുന്ന, മനുഷ്യരോട് സൗഹൃദം ഭാവിക്കുന്ന, എന്നാൽ അതോടൊപ്പം തന്നെ ജീവിതത്തെ കറക്റ്റ് ചെയ്യുന്ന ആളുകളോട് കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് എന്നാണ് അള്ളാഹുവിനെ സംബന്ധിച്ച്. ആള് എന്നൊക്കെ ഭാഷയുടെ പരിമിതി കൊണ്ട് പറയുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരുവനാണ് അള്ളാഹു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ നരബലി എന്ന് പറയുന്നത് അത് പൈശാചമാണ്, അത് തെറ്റാണ് എന്ന് പഠിപ്പിക്കലാണ്. ഇതിനെ ഈ രൂപത്തിൽ തന്നെ മനസ്സിലാക്കണം. മൂന്നാമതൊരർത്ഥം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വേറൊരാട്ടിനെ അറുത്തിട്ട് തൽക്കാലം ഇതങ്ങ് പൂർത്തിയാക്കാൻ വേണ്ടി പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രതിസ്ഥാപന ബലികർമ്മം, ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി സാക്രിഫൈസ്. എന്താ ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ ആട്ടിനെ അറക്കുന്നത്? അത് ഈ പറഞ്ഞ പോലെ അങ്ങനെയുണ്ടല്ലോ, ഈ ദൈവങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ ചോര അഭിഷേകം ചെയ്യുന്ന ആ പരിപാടിയൊന്നുമല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അതിന്റെ മാംസമാകട്ടെ രക്തമാകട്ടെ അതൊന്നും പടച്ചവന്റെ അടുത്ത് എത്തൂലേ. പടച്ചവന്റെ അടുത്ത് നിന്ന് നിങ്ങളുടെ തഖ്വ മാത്രമാണ് നിങ്ങളുടെ റബ്ബിന്റെ അടുത്തേക്ക് എത്തുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് പടച്ച തമ്പുരാൻ ആ ബലിയെ സംബന്ധിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അറുത്തിട്ട് മനുഷ്യർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. മനുഷ്യർക്ക് തിന്നാൻ കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക. ഇത് സമൂഹത്തിലേക്ക് നമ്മളെ കൂടുതൽ കെട്ടുകയാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയേണ്ടതാണ്. നമുക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത, അതൊക്കെ നേരത്തെ പറഞ്ഞത്, ആ ഒരു സ്വഭാവത്തിൽ നമ്മളെ സാമൂഹിക ബദ്ധമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് പടച്ച തമ്പുരാൻ ഈ പരീക്ഷണങ്ങളൊക്കെ അതിജീവിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നുണ്ട്, ഇന്നി ജായിലുക ലിന്നാസി ഇമാമ, നിന്നെ ഞാൻ സമൂഹത്തിന്റെ മനുഷ്യരുടെ ഇമാമാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, വമിൻ ദുർരിയത്തി, എന്റെ മക്കൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ? ഉടനെ പടച്ച തമ്പുരാൻ പറഞ്ഞില്ല, ലാ യനാലു അഹദുൽ വാലിമീൻ, ഒരിക്കലും തന്നെ അക്രമികൾക്ക് എന്റെ വാഗ്ദാനം ബാധകമേ അല്ല, എന്റെ ഉടമ്പടി അവർക്ക് ബാധകമല്ല. നന്മയിൽ വർത്തിച്ചാൽ നിങ്ങൾ ലോകത്തിന്റെ നേതാക്കളായിരിക്കും. നന്മയിൽ വർത്തിച്ചാൽ നിങ്ങൾ ലോകത്തിന്റെ നേതാക്കളായിരിക്കും. അപ്പോൾ ഇബ്രാഹിമിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ജനിതകമായിട്ടുള്ള പൈതൃകമല്ല, മറിച്ച് ആശയപരമായ, ആദർശപരമായ, വിശ്വാസപരമായ, ധാർമ്മികമായ പൈതൃകമാണ്. ഈ അടിസ്ഥാനത്തിലാണ്
ഇബ്രാഹിമിലും അദ്ദേഹത്തെ പിന്തുടർന്നവരിലും നിങ്ങൾക്ക് വലിയ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം, അദ്ദേഹത്തിന്റെ ബലി, ഇതെല്ലാം തന്നെ വലിയൊരു പ്രതീകമായിട്ട് മാറും. ഇതിങ്ങനെ പറയുമ്പോൾ കഴിഞ്ഞ ഖുതുബ നമ്മൾ അവസാനിപ്പിച്ചൊരു വിഷയത്തിലേക്ക് പോകണം. അവിടെ പറഞ്ഞല്ലോ ഫാദർ സൺ കോൺഫ്ലിക്റ്റ്. അത് നമ്മൾ പറഞ്ഞു വരുന്ന അധികാരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വിശദീകരിച്ചു വന്നത്. യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ ഇസ്മായിൽ അലൈഹി സ്വലാം അനുസരിച്ചു. അതേസമയം ആസർ പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാം അനുസരിച്ചില്ല. പിതാവിനോട് കാണിക്കുന്ന അനുസരണക്കേട്, എന്നാൽ പിതാവിനോട് കാണിക്കുന്ന അനുസരണം, ഇതിന്റെ ബേസ് എന്താണ്? ഇതാണ് നമുക്കൊരു വലിയൊരു വിഷയമായിട്ട് വികസിപ്പിക്കാനുള്ളത്, താരതമ്യങ്ങളിലൂടെ പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അത് ശരിക്കും യഥാർത്ഥത്തിൽ പടച്ചതമ്പുരാൻ പൈതൃകം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒരിക്കലും തന്നെ എന്റെ വാഗ്ദാനം അക്രമികൾക്ക് ബാധകമല്ല. നീയും നിന്റെ മക്കളും എന്ന് പടച്ചതമ്പുരാൻ പറയുമ്പോഴും ആ മക്കൾ എന്ന് പറയുന്നത് അതിൽ ലാലിമുകൾക്ക് അള്ളാഹുവിന്റെ അഹദ് ബാധകമല്ല എന്നുള്ളതാണ് ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ പ്രഖ്യാപിക്കുന്നത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞത് എന്നും മനസ്സിലാക്കണം. ഈ പറയുന്ന ആശയങ്ങളൊക്കെ നമുക്ക് പാരമ്പര്യത്തോടുണ്ടാകേണ്ട നിലപാട് എന്താണ്, മക്കളോടുണ്ടാകേണ്ട നിലപാട് എന്താണ്, മക്കൾക്ക് ഇങ്ങോട്ട് തിരിച്ചുണ്ടാകേണ്ട നിലപാട് എന്താണ് എന്നതിലേക്കൊക്കെ വലിയ വിഷയങ്ങൾ, വലിയ വെളിച്ചം വീശുന്നുണ്ട് എന്ന് തിരിച്ചറിയണം. ശരിയായിട്ട് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.